ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിയേറ്റീവ് അപ്പ്. ഇന്നത്തെ ഞാൻ വന്നിട്ടുള്ളത് രാഗി പൗഡർ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള 2 തരത്തിലുള്ള അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സെയിം രീതിയിലുള്ള അപ്പം ഞാൻ അരിപ്പൊടി വെച്ച് ചെയ്തിട്ട് ഇതിന് ഓട്ടപ്പം എന്ന് പറഞ്ഞപ്പോൾ അതിന് ഒരുപാട് കമൻറ്റ് വന്നിരുന്നു. ഇതിന് ഓട്ടപ്പം എന്നല്ല പറയുക, ഇത് വെള്ളപ്പം അല്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു. ഒരു പറമ്പിൽ പല വള്ളി, പല നാട്ടിൽ പല ചൊല്ലി എന്ന് പറഞ്ഞതുപോലെയാണ് ഓരോ ഫുഡ് ഐറ്റംസിൻ്റെയും കഥകൾ. അതുകൊണ്ട് ഇതിന് പല നാട്ടിലും പല പേരുകളാവും പറയൽ. നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പറയുക എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തോടി. പിന്നെ അടുത്തതായി ഞാനിതാ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതേ രീതിയിലുള്ള അപ്പാണ്. ഇതിന് ദോശ എന്നല്ലാതെ വേറൊന്നും പറയൂല എന്നാണ് എനിക്ക് തോന്നണത്. ഇത് നല്ല മൊരിഞ്ഞ ദോശയാണ് കേട്ടോ. അപ്പോൾ ഈ 2 റെസിപ്പികളും ഞാൻ ഒരേ മാവ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്കും കൂടെ ഒന്ന് പറഞ്ഞു തരട്ടെ. എന്നാൽ വരി കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിത് ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ള പൗഡർ ഏതാണെന്നുള്ളത് പരിചയപ്പെടുത്തി തരാം. എലൈറ്റിൻ്റെ റോസ്റ്റഡ് രാഗി പൗഡറാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഞാനിത് രാഗി പൗഡർ ഈ ഒരു ഗ്ലാസ്സിന് 1.25 ഗ്ലാസ് രാഗി പൗഡർ എടുക്കുന്നുണ്ട്. അതൊരു ബൗളിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞത്, നമ്മൾ രാഗി പൗഡർ എടുത്തില്ലേ, സെയിം ഗ്ലാസ്സിന് സെയിം അളവിലാണ് വെള്ളം എടുക്കേണ്ടത്. അപ്പോൾ 1.25 ഗ്ലാസ് രാഗി പൗഡർക്ക് 1.25 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അടുത്തതായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ്. അപ്പം ഞാനിതാ ഇത്രപോരം തേങ്ങ ഇതേപോലെ കൊത്തി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണം എന്നില്ല കേട്ടോ, ചിരകിയിട്ടാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 1 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഇതിലേക്ക് ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂണ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അപ്പത്തിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായി കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് 2 സ്പൂണ് കൊക്കോ പൗഡർ ഉണ്ട് കേട്ടോ. ഇത് ചേർക്കണമെന്ന് ഒരിക്കലും നിർബന്ധമില്ല കേട്ടോ. ഞാൻ ചേർത്ത് കൊടുക്കാൻ കാരണം ഈ രാഗി വെച്ച് ഉണ്ടാക്കുന്ന ഫുഡിന് ഒരു കയ്പ്പ് രുചി ആവുമല്ലോ. അപ്പോൾ മക്കൾക്കൊന്നും കൂടുതൽ ഇഷ്ടപ്പെടൂലല്ലോ. അപ്പോൾ ഈ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ വരുമ്പോൾ മക്കൾക്ക് ഇഷ്ടപ്പെട്ടോളൂ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ട്രിക്ക് പ്രയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം, എന്നാലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് 2 തവണ ആയിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുന്നുണ്ട്. അടിച്ചെടുക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇനി അടച്ച് വെച്ചിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. 1 മണിക്കൂർ മാത്രം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി കേട്ടോ. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണിത്. അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി കൂടിയാണ്. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയപ്പോൾ നമ്മൾ ഈ മാവൊക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് എനിക്ക് കഴിഞ്ഞ വീഡിയോക്ക് വന്ന ഒരു കമൻറ്റ് ഓർമ്മയായത്. ഈസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ പൊങ്ങി വരാതിരിക്കുമോ എന്ന് പറഞ്ഞിരുന്നേ. അപ്പോൾ നമ്മൾ ഈസ്റ്റ് ഇടുന്നത് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ ഈസ്റ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേശ്ശായി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലിപ്പോൾ ഇനി അടുത്ത കമൻറ്റ് വരുമോ എന്നുള്ളത് പേടി എന്താണെന്ന് വെച്ചാൽ, ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് നിങ്ങൾ പറഞ്ഞിട്ട് പിന്നെ എങ്ങനെ ഈസ്റ്റ് ഇട്ടാൽ ഹെൽത്തി ആവുമോ എന്നുള്ളൊരു ചോദ്യം വരുമോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം നമുക്കിപ്പോൾ ഇതേ രീതിയിലുള്ള അപ്പം ചുട്ടെടുക്കണമെങ്കിൽ ഇതിൽ ഈസ്റ്റ് ഇട്ടൽ മസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ മാവൊക്കെ സെറ്റായ സ്ഥിതിക്ക് നമുക്കിനി അപ്പം ചുട്ടെടുക്കാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ അരിപ്പൊടി വെച്ചിട്ട് സെയിം അപ്പം ചുട്ടെടുത്തിട്ടുണ്ട് എന്നുള്ളത്, അത് വെള്ളപ്പച്ചട്ടിയിലാണ് ചുട്ടെടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് കേട്ടോ ഈ അപ്പവും ഞാൻ വെള്ളപ്പച്ചട്ടിയിലാണ് ചുട്ടെടുക്കണത്. നല്ലോണം ചൂടായ ചട്ടിയിലേക്ക് 1 തവി മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മാവ് ഒഴിച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ ഇതേപോലെ ബബിൾസ് ഇങ്ങനെ വന്ന് തുടങ്ങും. അങ്ങനെ നല്ലോണം ബബിൾസൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടച്ച് വെച്ചിട്ട് തന്നെ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം കൂടെ ഇട്ട് കുക്ക് ചെയ്യാം. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നമ്മൾ അപ്പമൊക്കെ അങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഫസ്റ്റിലെ അപ്പം ആയതുകൊണ്ട് ചെറുതായിട്ടൊരു പാളിച്ച പറ്റിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല കേട്ടോ. പിന്നീട് ചുട്ടതൊക്കെ ഇതിനേക്കാളും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്ത രീതിയിൽ അപ്പം ചുടുന്നത് കാണിച്ചു തരാം.
അപ്പം അതിനു വേണ്ടി ഞാനിതാ നോൺ സ്റ്റിക്കിൻ്റെ ഇതേപോലത്തെ ഒരു പാനാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പാന് നല്ലോണം ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ നമ്മൾ ദോശയ്ക്ക് ചുറ്റിയെടുക്കുന്നത് പോലെ സെയിം മെത്തേഡിൽ നല്ലോണം ചുറ്റിയെടുക്കാം. ഇനി ഇതാ ഇത് അടച്ച് വെച്ചിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ ഇതാ കുറച്ച് നേരം കഴിഞ്ഞ് തുറന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നെയ്യോ ഓയിലോ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല മൊരിഞ്ഞ ദോശ തന്നെ കിട്ടും. പിന്നെ അതേപോലെ തന്നെ ഈ നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ നെയ്യൊക്കെ നല്ലോണം സ്പ്രെഡ് ചെയ്തതിന് ശേഷം വീണ്ടും അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ കുറച്ച് നേരം കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മളെ ദോശയൊക്കെ നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മൊരിഞ്ഞ ദോശ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അടിഭാഗമൊന്നും ഒട്ടും കരിഞ്ഞിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ രാഗി പൗഡർ കഴിക്കുന്നത് ഹെൽത്തിന് നല്ലതാണല്ലോ. പക്ഷേ മക്കളൊക്കെ കഴിച്ച് കിട്ടാൻ കുറച്ച് പണിയായിരിക്കും. അപ്പോൾ ഞാൻ ചെയ്ത പോലെ എന്താണ് ചോക്ലേറ്റിൻ്റെ പൗഡറൊക്കെ ചേർത്തിട്ട് പരീക്ഷിച്ച് നോക്കിയിട്ടാ. എന്നിട്ട് സക്സസ് ആയോ ഇല്ല എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുവേണ്ടി. അങ്ങനെ ഞാൻ കംപ്ലീറ്റ് അപ്പം ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടാ. ഇത് കണ്ടില്ലേ, ഓട്ടപ്പൊക്കെ നല്ലോണം നന്നായി വന്നിട്ടുണ്ട് കേട്ടാ. നല്ലൊക്കെ ആരൊക്കെ എടുത്തിട്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടാ. പിന്നെ അതേപോലെ തന്നെ ദോശയും തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുള്ളത്. നല്ല മൊരിഞ്ഞ ദോശ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇത് കണ്ടില്ലേ. ഇന്ന് ഞാൻ രാഗി പൗഡർ വെച്ചിട്ട് 2 അപ്പങ്ങൾ ഉണ്ടാക്കിയല്ല. അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് അമർത്തണം. അതേപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളി. പിന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.